അതെല്ലാം നോക്കിയത് വിളിച്ചു സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ വേറെ ആരുടെ കോൺടാക്ട് ഇല്ല. ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു അപ്പോൾ അവർ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കി ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. ഇത് തന്നെ പറയുന്നതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് ചെന്നത്. അപ്പോഴാണ് പറയുന്നത് തിങ്കളാഴ്ച ചെല്ലുന്നത്. അപ്പോൾ പറയുന്നത് വണ്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇതാണ് ആൾ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് ഓക്കെ സാർ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി. എസ് ഐ ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പോലീസ് സാധാരണ അപകടമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, അങ്ങനെയാണോ? അത് ഇവര് ചെറിയ കുട്ടി, അവരുടെ പോലീസുകാരുടെ കണ്ണിൽ ഇവർ ചെറിയ കുട്ടികളാണെന്നാണ്. ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തിരിച്ചയക്കാം. വെറുതെ സാധാ ഒരു നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു ആക്സിഡൻറ്റ് പോലെ പിള്ളേരെ തിരിച്ചയക്കാം എന്നാണ്. അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ പിള്ളേരെ. അതാ സംഭവം. കൊച്ചുങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് ഓടിയതാണ്. അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പിള്ളേരാ, അവളുടെ കൂട്ടുകാരാ, അവരുടെ ജീവനാ. ഒന്നുമില്ലാത്ത പോലെ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല വണ്ടിയിൽ. അതെന്താ പോലീസുകാർക്ക് എന്താ ഫോട്ടോ എടുത്താൽ പിള്ളേർ? സിസ്റ്റർ ലാസ്റ്റിനെ അവിടെ പഠിച്ച കുട്ടിയാണ്. അപ്പം പിന്നെ ഇനി സ്കൂളിൻ്റെ ഭാഗത്ത് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉണ്ടായി ഉടനെ തന്നെ എനിക്കാണ് കോള് വന്നത്. ഒരു വിത്തിൻ സെക്കൻഡ്സിൽ ഞാൻ ഓൺ ദി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാനും വേറൊരു അവിടുത്തെ തന്നെ സിസ്റ്ററും കൂടെ. അപ്പോഴത്തേനും പോലീസ് വണ്ടിയിൽ എല്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. ഞങ്ങളും തൊട്ടുപുറകെ തന്നെ ചെന്നു. അപ്പം പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളോട് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് സൈൻ ചെയ്ത് കൊടുത്തതും. ഞാനും സിസ്റ്ററും പിന്നെ അന്നേരത്തേനും പേരൻസ് പപ്പയും ജാസിനും കൂടെ എത്തിയിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് രാജഗിരിയിലേക്ക് കൊണ്ടുവന്നതും. അതിന് ശേഷം മുഴുവൻ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പൽ സിസ്റ്ററും മാറി മാറി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ, കാരണം ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങളുടെ കൊച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ മുഴുവനും കുട്ടികൾ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഞങ്ങളുടെ സ്റ്റാഫും കുറച്ച് കുട്ടികളും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. പോലീസുമായിട്ട് സ്റ്റാഫ് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ പ്രിൻസിപ്പൾ പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെത്രയും വേഗം പിടിക്കും എന്നുള്ള ഉറപ്പ് ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ മാക്സിമം എന്തായാലും ജാസ്ലിയ ഈ വീടിൻ്റെ മാത്രമല്ല ഞങ്ങളുടെ കോളേജിൻ്റെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ കുട്ടിയാണ്. അതുകൊണ്ട് ജാസ്ലിയയുടെ ഈ മരണത്തിൽ ഞങ്ങൾക്ക് അത്രയേറെ വേദനയുണ്ട്. ഒപ്പം ഞങ്ങൾക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ ജാസ്ലിയയ്ക്ക് നീതി കിട്ടണം. അതിന് ഏതറ്റം വരെ പോകണമെങ്കിലും ഞങ്ങൾ പോകും. അതിനുള്ള ഈ കുടുംബത്തിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് പോലീസ് എന്ന് പറയുന്നത്, ആലുവ എസ് പി. അപ്പോൾ ഈ മൃഗമാലി പോലീസിന്റെ അനാസ്ഥ ഉന്നത ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പരാതിയായിട്ട്. നമ്മൾ നിലവിലൊരു പോലീസുകാരെയും ഇട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല ഡയറക്റ്റ്. അതായത് നമ്മ മെയിനായിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ കെയർ ഓഫിൽ ഓരോരുത്തരെ കൊണ്ടും ഇപ്പോൾ എസ് പി ലെവലിലും അവിടെ നിന്ന് നിന്നൊക്കെ വിളിച്ചുറപ്പിച്ച് ഇപ്പോൾ MLA ഇന്നലെ കണ്ടപ്പോഴും ഞങ്ങളെല്ലാവരും സൂചിപ്പിച്ചപ്പോൾ MLA പറഞ്ഞത് ഓൾറെഡി SP കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. SP തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അതേപോലെ ഇന്നിപ്പോൾ MP വന്നപ്പോൾ MP-നോട് ഈ കാര്യം സൂചിപ്പിച്ച് എത്രയും പെട്ടെന്ന് പ്രതിനെ പിടിക്കുന്നത്. അപ്പോൾ MP-യും പറഞ്ഞത് അപ്പോൾ അന്ന വഴിക്കും കൂടി പുള്ളി കമ്മീഷണറായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ പോന്നേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കുന്നുള്ള രീതിയിലാണ് നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ഹൈബിയുടെ MP-യും പറഞ്ഞിരുന്നത്. സ്റ്റുഡൻസും അധ്യാപകരും അവിടെ എത്തിയപ്പോഴല്ലേ അവർ പോലീസുകാർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് CCTV വിഷ്വല്. കോളേജിൽ സ്റ്റുഡൻസ് അവർ വന്നപ്പോഴാണ് കാണിച്ചു കൊടുക്കുന്നത് പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കുട്ടികൾ അത്രയും പ്രതിഷേധം ഉയർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ പോലും അന്വേഷണത്തിന് വിടില്ലായിരുന്നു. കാരണം പ്രതി കീഴടങ്ങുന്നതിന് വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു പോലീസുകാർ. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി മുന്നോട്ട് എന്തെങ്കിലും രീതിയിൽ അല്ല, ഞങ്ങൾ ഇന്നും പോലീസിനോട് ഞങ്ങൾ പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് തന്നെ ഏതറ്റം വരെ ഞങ്ങൾ പോകുമെന്നുള്ളത് പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഞങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടുക എന്നത് ഞങ്ങളുടെ വലിയൊരു ആവശ്യമാണ്. അത് മാത്രമല്ല, ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ
ഇവിടെ നീതി കിട്ടിയില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എന്താണേലും നീതി കിട്ടണം ഞങ്ങൾക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.